അമേരിക്കക്കാർക്കില്ലാത്ത സന്തോഷമാണല്ലോ നിനക്ക് ട്രംപ് പ്രസിഡന്റ് ആയതിൽ. ട്രംപ് പൊളിയല്ലേ? പുള്ളിയുടെ പ്രസംഗം കേട്ടെ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നാ കേട്ടെ. നീ FB ഇൻസ്റ്റ ഒന്നും കാണാറില്ല? പെട്ടെന്നിറങ്ങി ഓടാനായിരിക്കും അത്. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? ട്രംപ് എത്തിയാലേ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക്ക് അങ്ങോട്ട് പറക്കും. ഈ ഇന്ത്യയുടെ എക്കണോമി പറക്കും എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ ലോകം മുഴുവൻ മുന്നോട്ടെന്ന് പറയുമ്പോൾ അമേരിക്ക മാത്രം ഈ ട്രംപിന്റെ പോളിസി കാരണം പിന്നോട്ട് പോവല്ലേ? എന്ത് പോളിസികള്? അമേരിക്കയുടെ സുവർണകാലം ആരംഭിച്ചെന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. ആ സുവർണ കാലഘട്ടത്തിൽ എന്തൊക്കെ ഇനി നടക്കാൻ പോകുന്നതെന്നറിയോ? ട്രംപിന്റെ പുതിയ പോളിസികൾ അനുസരിച്ചിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലാണ് നടക്കാൻ പോകുന്നതെന്നാണ്. അതായത് ഇപ്പം അമേരിക്കയിൽ നിൽക്കുന്നവർക്കും ഇനി നാളെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ 8ന്റെ പണി കിട്ടുമെന്ന് അർത്ഥം. അപ്പോൾ അമേരിക്കയിലുള്ളവരും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്ത് സംഭവിക്കുമെന്നറിയോ? അവർ നിയമാനുസൃതമായിട്ടല്ല ഈ മൈഗ്രേഷൻ നടത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ പുറത്താക്കും. പിന്നെ ഈ ജന്മാവകാശ പൗരത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും റദ്ദാക്കിയിട്ടുണ്ട്. എന്താ ഈ ജന്മാവകാശ പൗരത്വം? ജന്മാവകാശ പൗരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിലുള്ള ജനിച്ചു വീഴുന്ന കുട്ടികളില്ലേ, അവർക്കാണെങ്കിൽ അവിടെ ജനിക്കുമ്പോൾ തന്നെ പൗരത്വം കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യൻ ദമ്പതികൾ അവിടെ പോയി താമസിക്കുന്നു എന്ന് വെച്ചോ, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും? ജന്മാവകാശ പൗരത്വം സാധാരണമായിട്ട് കിട്ടാറുണ്ട്, പക്ഷെ ഇനി അത് കിട്ടില്ല. ഓ, അങ്ങനെയാണോ? അത് മാത്രമല്ല, ലോകാരോഗ്യ സംഘടന ഉണ്ടല്ലോ, നമ്മുടെ WHO, അതിൽ നിന്ന് അമേരിക്ക പിന്മാറിയിട്ടുണ്ട്. അവർക്ക് അംഗത്വം വേണ്ടെങ്കിൽ വേണ്ട, അതിനിപ്പോ എന്താ? അവിടെയാണ് പ്രശ്നം. അതായത് അമേരിക്കയാണ് WHOയുടെ ഏറ്റവും വലിയ ഫണ്ട് പ്രൊവൈഡർ ആയിരുന്നത്. അതായത് വലിയ മഹാമാരികളൊക്കെ വരില്ലേ, ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ വസൂരി അതേപോലെയുള്ള അസുഖങ്ങളൊക്കെ വരില്ലേ, ഈ സമയത്ത് എന്ത് ചെയ്യും? അമേരിക്ക ഫണ്ട് കൊടുക്കുമായിരുന്നു, എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ. ഇനി ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇതേപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ, ഇത്രയും ധനസഹായം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് വരും അമേരിക്ക പിന്മാറുമ്പോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ, കഴിഞ്ഞിട്ടില്ല, ഇനി വേറെയും പോളിസികളുണ്ട്. അതായത് അമേരിക്കയിൽ ഇനി പുരുഷനും സ്ത്രീയും മാത്രം മതി എന്നാണ് ട്രംപ് പറയുന്നത്. LGBTQ+ലുള്ള ആളുകളൊന്നും ഇനി വേണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് അവർക്ക് അവരുടെ സ്വന്തം സെക്ഷുവാലിറ്റിയും ഐഡന്റിറ്റിയും ഒക്കെ മറച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഈ ലോകം മുഴുവൻ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് പുരോഗമനപരമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അമേരിക്ക ഇത്തരത്തിലുള്ള ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. അതായത് അപ്പോൾ കുറെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടക്കുമെന്ന് സാരം. അതെ, നീ ഇതിന്റെ കൂടെ അബോർഷൻ നിയമങ്ങളും കൂടി വന്നാലോ? അബോർഷൻ നിരോധിക്കുമോ? അബോർഷൻ നിലവിൽ റദ്ദാക്കിയിട്ടില്ല, പക്ഷേ റദ്ദാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ട്രംപിന്റെ പ്രസംഗങ്ങളിലെല്ലാം ഇതൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാരീസ് ഉടമ്പടിയിൽ നിന്നും നമ്മുടെ അമേരിക്ക പിന്മാറിയിട്ടുണ്ട്. അതിനി എന്താണാവോ? അതൊന്നുമില്ല, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനായിട്ടുള്ള ഒരു ആഗോള ശ്രമമാണ് ഈ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. തൃപ്തിയായി. അപ്പൊ ഇനി എങ്ങനെ? ഇൻസ്റ്റയിലും കൂടെ ഒരു സ്റ്റോറി ഇടുവല്ലേ? വേണ്ടെന്നേ. ഇടന്നേ. ഇപ്പൊ ഇട്ട സ്റ്റാറ്റസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം?